നമസ്കാരം. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും സുരേഷ് ഗോപിയോടും ഒപ്പം നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് സിദ്ദിഖ്. അതായത് തുടക്കത്തിൽ ഹാസ്യ റോളുകളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച സിദ്ദിഖ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 2000-ന് ശേഷം അദ്ദേഹം ചെയ്ത വില്ലൻ വേഷങ്ങൾ മലയാളികളെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാം. തന്മയത്വത്തോടു കൂടി ഒരു വില്ലൻ വേഷം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അളവും രൂപവും തൂക്കിയെടുത്താണ് സിദ്ദിഖ് പല വേഷങ്ങളും ചെയ്തത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങളെ മലയാളികൾ അമ്പരപ്പോടുകൂടി പേടിയോടുകൂടി നോക്കിക്കണ്ടത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് റാഷിൻ സിദ്ദിഖ്. അദ്ദേഹത്തിന് ഒരു മാനസിക വെല്ലുവിളിയുള്ള ഒരു കുഞ്ഞാണത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം കരുതലോടുകൂടിയാണ് സിദ്ദിഖ് വളർത്തിയിരുന്നത് എന്നത് കൃത്യമായിട്ടും അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അതായത് ഈ റാഷിൻ്റെ സഹോദരന്മാരും ആ റാഷിനെ അതുപോലെ തന്നെ സ്നേഹത്തോട് നെഞ്ചോട് ചേർത്താണ് കൊണ്ടു നടന്നിരുന്നത് എന്ന് വ്യക്തം. വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായാലും ആദ്യം മുന്നിൽ ഓടിയെത്തുന്നതും ഏറ്റവും അധികം പ്രാധാന്യത്തോടെ സിദ്ദിഖ് കൊണ്ടു നടക്കുന്നതും ആ റാഷിനെയാണ് എന്നത് വ്യക്തമാണ്. അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലും അതുപോലെ തന്നെ പൊതുവേദികളിലുമൊക്കെ റാഷിനെ കൊണ്ടുപോകാറുമുണ്ട്. ആദ്യ ഭാര്യയുടെ മകൻ കൂടിയാണ് റാഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ, ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്താണ് സിദ്ദിഖ് റാഷിനെ വളർത്തിയത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും കേരളത്തിൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആളുകളിൽ നിന്നുമൊക്കെ വിട പറഞ്ഞ് യാത്രയായത്. അതിന് ഏറ്റവും ആ ഒരു റാഷിനോട് മലയാളികൾ അല്ലെങ്കിൽ മലയാളത്തിലെ സിദ്ദിഖിൻ്റെ സഹതാരങ്ങൾ എത്രമാത്രം ശ്രദ്ധ കൊടുത്തിരുന്നു, അദ്ദേഹത്തെ എത്ര സ്നേഹിച്ചിരുന്നുവെന്ന് അന്ന് അതിൻ്റെ കബറടക്കത്തിന് എത്തിയ ആളുകൾ തന്നെ സാക്ഷിയാണ്. മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും അവിടേക്ക് ഓടിയെത്തിയിരുന്നു എന്നുള്ളതും അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി നാട്ടിലില്ലായിരുന്നു, ലണ്ടനിലായിരുന്നിട്ട് പോലും അദ്ദേഹം കുറിച്ച ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ, അതാണ് ആളുകൾ ഏറ്റവും അധികം ഏറ്റെടുത്തത്. സാപ്പി മോനെ, നിന്നെ മറക്കാൻ കഴിയുന്നില്ലല്ലോ, എപ്പോഴും നീ എൻ്റെ മുന്നിലുണ്ടല്ലോ എന്നുള്ള ആ ഒരു കുറിപ്പ്. കാരണം അത്ര വൈകാരികമായിട്ടാണ് മമ്മൂട്ടി അത് കുറിച്ചത് എന്നുള്ളത് കൃത്യമാണ്. അദ്ദേഹം ആ ഒരു കുടുംബവുമായിട്ടും സാപ്പി മോനുമായിട്ടും ഏറ്റവും അധികം അടുത്ത് നിന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്നത് കൃത്യമായും പറയാൻ കഴിയുന്നത് ആ 2 വരികളിലൂടെ മാത്രമാണ്. അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നിട്ടും ആ ഒരു വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ആ ഒരു രംഗം എഴുതി ചേർത്തത്. അതുപോലെ തന്നെ സിദ്ദിഖ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമാണ് ഈ റാഷിൻ്റെ മരണാനന്തര ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുന്നത്. ദിലീപിനോടൊപ്പമാണ് അദ്ദേഹം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വരുന്നത്. ആകെ തളർന്ന മട്ടിൽ സിദ്ദിഖ് വീട്ടിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് കാഴ്ചയിൽ കാണാം. കാരണം ഒരു മകനെ എത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അത് ഭിന്നശേഷി എന്നുള്ളതല്ല, അവർ സാധാരണ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുമ്പോൾ അത് ആ ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും സിദ്ദിഖ് മുന്നിട്ട് നിന്നിരുന്നു. കാരണം മകൻ്റെ വിവാഹത്തിനൊക്കെ അത് എല്ലാവരും കൃത്യമായി കണ്ടതാണ്. ഏറ്റവും അധികം ആഡംബരമുള്ള വസ്ത്രം ധരിച്ചാണ് അന്ന് റാഷൻ നിന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഇത് വലിയ തോതിലുള്ള ഒരു സങ്കടമുണ്ടാക്കി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടത്തിൽ നമുക്കും പങ്കുചേരേണ്ടതുണ്ട്. ആ ഒരു സാപ്പി മോൻ്റെ മരണത്തോടെ അദ്ദേഹത്തിന് സിദ്ദിഖിനുണ്ടായ ഒരു നഷ്ടം അപരിഹാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാറ്റി നിർത്താൻ കഴിയാത്തതാണ്, ആ നഷ്ടം നികത്താനാവാത്തതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ആ മകന് വേണ്ടി നമുക്ക് കൂടി ഒന്ന് പ്രാർത്ഥിക്കാം.